കാരണം കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിലെത്തി എന്നാൽ എന്ത് ചെയ്തിട്ടില്ല, പോസ്റ്റിംഗ് ലഭിക്കുന്നില്ല എന്നൊരവസ്ഥ. ഇതിനെല്ലാത്തിനും കാരണം റീസ്ട്രക്ചറിങ് എന്ന പേരുമാണ് KSEBിയുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ KSEBിയുടെ സബ് എഞ്ചിനീയർ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത്, കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല രീതിയിൽ മെയിൻ ലിസ്റ്റിലൊക്കെ വന്നിട്ടും നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് പോസ്റ്റിംഗ് ലഭിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. സോ ഇവിടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, അതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തു, വേണ്ടത്ര പ്രിപ്പറേഷൻ ഒന്നും നടത്താതെ പോയ ഒരു എക്സാം കൂടിയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം. എന്നാൽ KSEBിയുടെ സബ് എഞ്ചിനീയർ എക്സാം എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വല്ലാത്തൊരു കൺഫ്യൂഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. കാരണം കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിലെത്തി എന്നാൽ എന്ത് ചെയ്തിട്ടില്ല, പോസ്റ്റിംഗ് ലഭിക്കുന്നില്ല എന്നൊരവസ്ഥ. ഇതിനെല്ലാത്തിനും കാരണം റീസ്ട്രക്ചറിങ് എന്ന പേരുമാണ് KSEBിയുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ സബ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ KSEBിയുടെ സബ് എഞ്ചിനീയർ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത് ഒന്ന് KSEB സബ് എഞ്ചിനീയർ എക്സാം ആണ്, രണ്ടാമത്തത് KSEBിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആണ്. ഈ രണ്ട് എക്സാംസും ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. സബ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റ് ഏകദേശം ഒരു വർഷം ആവാനായിട്ടുണ്ട്. സോ ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്, KSEBിയുടെ സബ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിൽ 240 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. ഓക്കെ, 240. ഒന്നോർക്കണം, കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിൽ നിന്ന് 785 പേരുകൾക്ക് പോസ്റ്റിംഗ് വന്നിട്ടുള്ള സമയത്താണ് ഇപ്പോൾ 240 ആയിട്ടുണ്ട്. ഒരു വർഷം ആകുന്നേ ഉള്ളൂ. ഒരു വർഷം ആകുമ്പോൾ തന്നെ 240 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നെയും ഇതിന് താഴെ റാങ്കിൽ വന്നിരിക്കുന്ന ആളുകൾ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. കാര്യം എന്താണ്, അവർ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല രീതിയിൽ മെയിൻ ലിസ്റ്റിലൊക്കെ വന്നിട്ടും നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് പോസ്റ്റിംഗ് ലഭിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. സോ ഇവിടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ വിദ്യാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് KSEB വർക്കേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോഴുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതായത് ഇതൊരു മാധ്യമ വാർത്തയായിട്ട് മാറണം, അല്ലെങ്കിൽ ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. കാരണം ഉദ്യോഗാർത്ഥികൾ KSEBിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിനാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ടെക്നിക്കൽ വിങ് വളരെ സ്ട്രോങ് ആകുമ്പോഴാണ് KSEB ഉള്ള ഓർഗനൈസേഷൻ ഏറ്റവും പവർഫുൾ ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 240 എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ മെയിൻ ലിസ്റ്റിൽ നിന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയൊരു നമ്പറാണ്. എന്നാൽ ഈ 240ലേക്ക് അഡീഷണലി 217 പോസ്റ്റുകൾ കൂടി ആഡ് ഓൺ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, KSEB വർക്കേഴ്സ് അസോസിയേഷനും KSRTCയുടെ MDയുമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ പുതിയ വേക്കൻസീസ് PSCക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാം, നിലവിൽ 240, ഇനി 217 പോസ്റ്റുകളിലേക്ക് കൂടി എന്ത് ചെയ്യാൻ പോവുകയാണ്, പുതുതായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ആസ് എ ടോട്ടൽ നോക്കുമ്പോൾ 457 എന്ന് പറയുന്ന ആ ഒരു നമ്പറിലേക്ക്. അപ്പോൾ ഈ 457 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു 500-നുള്ളിൽ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ പോസ്റ്റിംഗ് വരാനുള്ള സാധ്യതയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു പോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹാപ്പിനെസ് ഉള്ള ന്യൂസ് തന്നെയാണിത്. അതുകൂടാതെ KSEBിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും ആ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ KSEBിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ വേക്കൻസീസ് വന്ന സമയത്ത് ശരിക്കും എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. വെറും 6 വേക്കൻസി ആണ് കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ടൈമിൽ. അതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തു, വേണ്ടത്ര പ്രിപ്പറേഷൻ ഒന്നും നടത്താതെ പോയ ഒരു എക്സാം കൂടിയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം. എന്നാൽ 227 വേക്കൻസീസ് അവരെന്ത് ചെയ്യാൻ പോവുകയാണ്, അവർ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. ഇത് കൺഫേം അല്ല, ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് അല്ല. മോസ്റ്റ്ലി ഇങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത. അപ്പോൾ KSEBയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് റീസ്ട്രക്ചറിങ് എന്ന പേര് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ഒരു നിയമന നിരോധനം, അപ്രഖ്യാപിത നിയമന നിരോധനമാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം KSEB ശക്തമാവുക എന്നത് കേരളത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. സോ അതിലേക്ക് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എഞ്ചിനീയേഴ്സിന് തന്നെയാണ്, എസ്പെഷ്യലി ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് തന്നെയാണ്. സോ ആ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വലിയൊരു അവസരം തന്നെയാണ് ഈ എക്സാമുകളിലൂടെ ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ഈ 457, അതായത് ആദ്യത്തെ 500 റാങ്കിലുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും പോസ്റ്റിംഗ് ലഭിക്കുക എന്നുള്ളത്. അവിടെയാണ് ഞാൻ അടുത്തൊരു പോയിന്റ് പറയാൻ പോകുന്നത്. അതായത്
അതായത് ഈ 500 പേരിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവർ തന്നെയായിരിക്കും എവിടെ ഉണ്ടാവുക, അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിൽ ഉണ്ടാവുക. അതൊരു എന്താ പറയുക റിയാലിറ്റിയാണ്, നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എക്സാംസുകളുടെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. അതായത് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ 2 എക്സാമിനും ഒരുമിച്ച് തന്നെയായിരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ 227 വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഇവിടുന്ന് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. 227 വലിയൊരു നമ്പർ ഇവിടുന്ന് വരാൻ സാധ്യതയുണ്ട്. ഒരു 200 സ്റ്റുഡൻസ് എങ്കിലും നമുക്ക് അത് സബ് എഞ്ചിനീയേഴ്സ് തന്നെയായിരിക്കും ഇങ്ങോട്ട് വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഫൈനൽ നമ്പർ ഒന്നുമല്ല, മേ ബി അങ്ങനെ സംഭവിച്ചേക്കാം. അപ്പോൾ അങ്ങനെ നോക്കുക എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ 200 എന്ന് പറയുന്ന നമ്പർ കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 600-700 വരെയുള്ള ആളുകൾക്കൊക്കെ അടുത്ത ഒരു 1 ഇയറിനുള്ളിൽ തന്നെ പോസ്റ്റിംഗ് ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ നിന്നുള്ള ഒരു അനാലിസിസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ KSEBയിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. KSEBയിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല നെക്സ്റ്റ്, അതായത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരാനായിട്ടുണ്ട്, പല തെരഞ്ഞെടുപ്പുകൾ വരാനായിട്ടുണ്ട്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പുകളുടെ ഒരു സമയമാണ് അല്ലേ. സോ ഇത്തരം സമയങ്ങളിലാണ് നമ്മൾ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കേണ്ടത്. സോ ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇത് എത്തുന്ന സമയത്താണ് ഗവൺമെൻറ് ഓർഗനൈസേഷൻസിനും ഒക്കെ ഇതിൽ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. സോ അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. സോ എക്സാം എഴുതിയിട്ടുള്ള ഒരാളും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ അതിൻ്റെ ഒരു എക്സ്ട്രീമായിട്ടുള്ള എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അടുത്ത വർഷങ്ങളിൽ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. സോ ഇതാണ് ഈ എക്സാമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്